ഹലോ കുട്ടികളെ, വെൽക്കം ടു സ്കൂൾ ഫൺ ടൈം. ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട്? നിങ്ങൾ നന്നായി പഠിക്കണേ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മെസ്സേജ് ഇട്ടാൽ മതി. ഓക്കെ. ലില്ലി ആൻഡ് ദ ബിയർ. ലില്ലി ആൻഡ് ദ ബിയർ. ലില്ലിയും കരടിയും. ഇത് ലില്ലിയുടെയും കരടിയുടെയും കഥയാണ്. ഓക്കെ, കഥ നോക്കാം. ലില്ലി ഹാഡ് എ ടോയ്. ലില്ലി ഹാഡ് എ ടോയ്. ലില്ലിക്ക് ഒരു ടോയ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ടെഡ്ഡി ബിയർ. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ടെഡ്ഡി ബിയർ. അതൊരു മനോഹരമായ ടെഡ്ഡി ബിയർ ആയിരുന്നു. ലില്ലിക്ക് ഒരു ടോയ് ഉണ്ടായിരുന്നു. അതൊരു മനോഹരമായ ടെഡ്ഡി ബിയർ ആയിരുന്നു. ഇറ്റ്സ് നെയിം വാസ് ബെല്ല. ഇറ്റ്സ് നെയിം വാസ് ബെല്ല. അതിൻ്റെ പേര് ബെല്ല എന്നായിരുന്നു. എന്തായിരുന്നു പേര്? ബെല്ല. ലില്ലി ഹാഡ് എ ടോയ്. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ടെഡ്ഡി ബിയർ. ഇറ്റ്സ് നെയിം വാസ് ബെല്ല. ഈ പിക്ചർ കണ്ടോ? അതിൽ ടെഡ്ഡി ബിയർ കണ്ടോ? ലില്ലിയുടെ കയ്യിലുള്ളതാണ് ടെഡ്ഡി ബിയർ. അതിൻ്റെ പേരെന്താ? ഇറ്റ്സ് നെയിം വാസ് ബെല്ല. ഓക്കെ, അടുത്ത പേജിൽ പോവാം. Bella had shining blue eyes. Bella had shining blue eyes. ബെല്ലയ്ക്ക് തിളങ്ങുന്ന നീല കണ്ണുകളായിരുന്നു. ഷൈനിങ് എന്ന് പറഞ്ഞാൽ തിളങ്ങുന്ന. ഐസ് എന്നൊക്കെ പറഞ്ഞാൽ അറിയില്ലേ? ഐസ് എന്ന് പറഞ്ഞാൽ കണ്ണ്. ബെല്ലയ്ക്ക് തിളങ്ങുന്ന നീല കണ്ണുകളായിരുന്നു. ബെല്ല ഹാഡ് ഷൈനിങ് ബ്ലൂ ഐസ്. ഇറ്റ് ഹാഡ് എ റെഡ് ക്യാപ്പ് ആൻഡ് എ brown tie. It had a red cap and a brown tie. അതിന് ഒരു ചുവന്ന തൊപ്പിയും ഒരു ബ്രൗൺ ടൈയും ഉണ്ടായിരുന്നു. ബെല്ല കുഡ് മേക്ക് എ വൂപ്പ് വൂപ്പ് സൗണ്ട്. ബെല്ല കുഡ് മേക്ക് എ വൂപ്പ് വൂപ്പ് സൗണ്ട്. ബെല്ലയ്ക്ക് വൂപ്പ് വൂപ്പ് എന്ന ശബ്ദമുണ്ടാക്കാൻ കഴിയും. ബെല്ല കുഡ് മേക്ക് എന്ന് പറഞ്ഞാൽ ബെല്ലയ്ക്ക് ഉണ്ടാക്കാൻ കഴിയും. എന്താ? എ വൂപ്പ് വൂപ്പ് സൗണ്ട്. അതിന് വൂപ്പ് വൂപ്പ് എന്ന സൗണ്ട് ഉണ്ടാക്കാൻ കഴിയും. ബെല്ല ഹാഡ് ഷൈനിങ് ബ്ലൂ ഐസ്. ഇറ്റ് ഹാഡ് എ റെഡ് ക്യാപ്പ് ആൻഡ് എ ബ്രൗൺ ടൈ. ബെല്ല കുഡ് മേക്ക് എ വൂപ്പ് വൂപ്പ് സൗണ്ട്. ഓക്കെ, ഈ പിക്ചർ കണ്ടോ? ഇതിൽ റെഡ് ക്യാപ്പും ബ്രൗൺ ടൈയും ധരിച്ച ബെല്ലയെ കാണാം അല്ലേ? അടുത്ത പേജിലേക്ക് പോയാലോ? One day, Lily found Bella missing. One day, Lily found Bella missing. ഒരു ദിവസം ബെല്ലയെ കാണാതായെന്ന് ലില്ലി കണ്ടെത്തി. ഫൗണ്ട് എന്ന് പറഞ്ഞാൽ കണ്ടെത്തി. മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ കാണാതാവൂലേ? അതിനെയാണ് മിസ്സിംഗ് എന്ന് പറയാ. One day, Lily found Bella missing. ഒരു ദിവസം ബെല്ലയെ കാണാനില്ലെന്ന് ലില്ലി കണ്ടെത്തി. She felt sad. അവൾക്ക് സങ്കടം തോന്നി. അവളുടെ ടെഡ്ഡി ബിയർ മിസ്സായില്ലേ? അതുകൊണ്ട് അവൾക്ക് സങ്കടം തോന്നി. She felt sad. അവൾക്ക് സങ്കടം തോന്നി. She searched it everywhere. She searched it everywhere. അവൾ എല്ലായിടത്തും തിരഞ്ഞു. Everywhere എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും. Searched എന്ന് പറഞ്ഞാൽ തിരഞ്ഞു. നമ്മൾ തിരയൂലേ? എന്തെങ്കിലും കാണാതായാലൊക്കെ തിരയൂലേ? അതുപോലെ അവൾ എല്ലായിടത്തും തിരഞ്ഞു. ഷീ സെർച്ച്ഡ് ഇറ്റ് എവ്രിവെയർ. അവൾ എല്ലായിടത്തും തിരഞ്ഞു. ഈ ഫോട്ടോ കണ്ടോ? ലില്ലി കരയുന്നതായിട്ട് കാണാം അല്ലേ? അവൾക്ക് സങ്കടം വന്നു അല്ലേ? അവളുടെ ബെല്ല ഇപ്പൊ മിസ്സിംഗ് ആണ് അല്ലേ? അതുകൊണ്ട് അവൾക്ക് സങ്കടമായി. അടുത്ത പേജ് നോക്കിയാലോ? ലില്ലി ഫൗണ്ട് ബെല്ലാസ് റെഡ് ക്യാപ്പ് നിയർ ദ ഗേറ്റ്. ലില്ലി ഫൗണ്ട് ബെല്ലാസ് റെഡ് ക്യാപ്പ് നിയർ ദ ഗേറ്റ്. ഗേറ്റിനടുത്ത് വെച്ച് ലില്ലി ബെല്ലയുടെ ചുവന്ന തൊപ്പി കണ്ടെത്തി. നിയർ എന്ന് പറഞ്ഞാൽ അടുത്ത്. എന്തിൻ്റെ അടുത്താ? നിയർ ദ ഗേറ്റ്, ഗേറ്റിനടുത്ത്. ഓക്കെ. ഷീ സോ ദ ഫുട് പ്രിന്റ്സ് ഓഫ് എ ബിഗ് ബിയർ ദെയർ. ഷീ സോ ദ ഫുട് പ്രിന്റ്സ് ഓഫ് എ ബിഗ് ബിയർ ദെയർ. അവിടെ ഒരു വലിയ കരടിയുടെ കാൽപ്പാടുകൾ അവൾ കണ്ടു. അവൾ ഗേറ്റിനടുത്ത് പോയില്ലേ? അവിടെ വെച്ച്
ഒരു വലിയ കരടിയുടെ കാൽപ്പാടുകൾ അവൾ കണ്ടു. ലില്ലി ഫൗണ്ട് ബെല്ലാസ് റെഡ് ക്യാപ്പ് നിയർ ദ ഗേറ്റ്. ഷീ സോ ദ ഫുട് പ്രിന്റ്സ് ഓഫ് എ ബിഗ് ബിയർ ദർ. ഈ ഫോട്ടോ കണ്ടോ? ഇതിൽ ബെല്ലയുടെ റെഡ് ക്യാപ്പും കരടിയുടെ കാൽപ്പാടുകളും കാണാം അല്ലേ? ഐ മസ്റ്റ് ഫൈൻഡ് മൈ ബെല്ല. ഐ മസ്റ്റ് ഫൈൻഡ് മൈ ബെല്ല. എനിക്ക് എൻ്റെ ബെല്ലയെ കണ്ടെത്തണം. ലില്ലി ടുക്ക് സം ബൺസ് ആൻഡ് എ ബോട്ടിൽ ഓഫ് വാട്ടർ ഇൻ ഹെർ ബാഗ്. ലില്ലി ടുക്ക് സം ബൺസ് ആൻഡ് എ ബോട്ടിൽ ഓഫ് വാട്ടർ ഇൻ ഹെർ ബാഗ്. ലില്ലി തൻ്റെ ബാഗിൽ കുറച്ചു ബണ്ണുകളും ഒരു കുപ്പി വെള്ളവും എടുത്തു. ടുക്ക് എന്ന് പറഞ്ഞാൽ എടുത്തു. എന്താ എടുത്തത്? സം ബൺസ്. സം എന്ന് പറഞ്ഞാൽ കുറച്ച്, കുറച്ച് ബൺസും പിന്നെന്താ? ബോട്ടിൽ ഓഫ് വാട്ടർ, അതറിയില്ലേ? ഒരു കുപ്പി വെള്ളം. ലില്ലി തൻ്റെ ബാഗിൽ കുറച്ച് ബണ്ണുകളും ഒരു കുപ്പി വെള്ളവും എടുത്തു. ഷീ സ്റ്റാർട്ടഡ് വാക്കിംഗ് ഫോളോവിങ് ദ ഫുട് പ്രിന്റ്സ്. ഷീ സ്റ്റാർട്ടഡ് വാക്കിംഗ് ഫോളോവിങ് ദ ഫുട് പ്രിന്റ്സ്. അവൾ കാൽപ്പാടുകൾ പിന്തുടർന്ന് നടക്കാൻ തുടങ്ങി. ഷീ സ്റ്റാർട്ടഡ് വാക്കിംഗ്, അവൾ നടക്കാൻ തുടങ്ങി. ഫോളോയിങ് ദ ഫുട് പ്രിന്റ്സ്, കാൽപ്പാടുകളെ പിന്തുടർന്ന്. ഫോളോവിങ് എന്ന് പറഞ്ഞാൽ പിന്തുടർന്ന്. എന്തിനെയാ? ഫുട് പ്രിന്റ്സ്, കാൽപ്പാടുകളെ. ഷീ സ്റ്റാർട്ടഡ് വാക്കിംഗ് ഫോളോയിങ് ദ ഫുട് പ്രിന്റ്സ്. അവൾ കാൽപ്പാടുകൾ പിന്തുടർന്ന് നടക്കാൻ തുടങ്ങി. ഈ പിക്ചർ കണ്ടോ? ഇതിലെന്താ ഉള്ളത്? അവൾ അവളുടെ ബാഗിൽ ബണ്ണും ഒരു കുപ്പി വെള്ളവും വെക്കുന്നതായിട്ട് കാണാം അല്ലേ? ലില്ലി ബെല്ലയെ കണ്ടെത്തോ? അവൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? നോക്കാം, അടുത്ത പേജ് നോക്കാം. ലില്ലി റീച്ച്ഡ് എ ഫോറസ്റ്റ് നിയർ ബൈ. ലില്ലി റീച്ച്ഡ് എ ഫോറസ്റ്റ് നിയർ ബൈ. ലില്ലി അടുത്തുള്ള ഒരു കാട്ടിലെത്തി. ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയോ? കാട്. നിയർ ബൈ എന്ന് പറഞ്ഞാൽ അടുത്തുള്ള. റീച്ച്ഡ് എന്ന് പറഞ്ഞാൽ എത്തി. ലില്ലി അടുത്തുള്ള ഒരു കാട്ടിലെത്തി. ലില്ലി റീച്ച്ഡ് എ ഫോറസ്റ്റ് നിയർ ബൈ. ലില്ലി അടുത്തുള്ള ഒരു കാട്ടിലെത്തി. ഷീ സോ എ ബിഗ് ബിയർ സിറ്റിംഗ് അണ്ടർ എ ട്രീ. ഷീ സോ എ ബിഗ് ബിയർ സിറ്റിംഗ് അണ്ടർ എ ട്രീ. ഒരു മരത്തിനടിയിൽ ഒരു വലിയ കരടി ഇരിക്കുന്നത് അവൾ കണ്ടു. സോ എന്ന് പറഞ്ഞാൽ കണ്ടു. അണ്ടർ എന്ന് പറഞ്ഞാൽ അടിയിൽ. ഒരു മരത്തിനടിയിൽ ഒരു വലിയ കരടി ഇരിക്കുന്നത് അവൾ കണ്ടു. ഷീ സോ എ ബിഗ് ബിയർ സിറ്റിംഗ് അണ്ടർ എ ട്രീ. ബെല്ല വാസ് ഇൻ ഇറ്റ്സ് ഹാൻഡ്സ്. ബെല്ല വാസ് ഇൻ ഇറ്റ്സ് ഹാൻഡ്സ്. ബെല്ല അതിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഏതിൻ്റെ? ബിഗ് ബിയർ, വലിയ കരടിയുടെ. കണ്ടോ? പിക്ചറിൽ കാണാമല്ലേ? ദാറ്റ്സ് മൈ ടെഡി. ദാറ്റ്സ് മൈ ടെഡി. അത് എൻ്റെ ടെഡിയാണ്. ദാറ്റ്സ് മൈ ടെഡി. ഗിവ് ഇറ്റ് ബാക്ക്. ഗിവ് ഇറ്റ് ബാക്ക്. അത് തിരിച്ചു തരൂ. ഗിവ് എന്ന് പറഞ്ഞാൽ തരൂ എന്നാണ്. ഗിവ് ഇറ്റ് ബാക്ക്, അത് തിരിച്ചു തരൂ. ലില്ലി സെഡ്. ലില്ലി പറഞ്ഞു. ദാറ്റ്സ് മൈ ടെഡി, ഗിവ് ഇറ്റ് ബാക്ക്. ലില്ലി സെഡ്. അത് എൻ്റെ ടെഡിയാണ്, അത് തിരിച്ചു തരൂ. ലില്ലി പറഞ്ഞു. നോ, ദ ബിയർ ഗ്രൗൾഡ്. നോ, ദ ബിയർ ഗ്രൗൾഡ്. കരടി മുരണ്ടു. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചേ? ലില്ലി റീച്ച്ഡ് എ ഫോറസ്റ്റ് നിയർ ബൈ. ഷീ സോ എ ബിഗ് ബിയർ സിറ്റിംഗ് അണ്ടർ എ ട്രീ. ബെല്ല വാസ് ഇൻ ഹിറ്റ്സ് ഹാൻഡ്സ്. ദാറ്റ്സ് മൈ ടെഡി, ഗിവ് ഇറ്റ് ബാക്ക്. ലില്ലി സെഡ്. നോ, ദ ബിയർ ഗ്രൗൾഡ്. ആ കരടി ഇനി ബെല്ലയെ ലില്ലിക്ക് തിരിച്ചു കൊടുക്കുവോ? കൊടുക്കുവോ? നോക്കിയാലോ. ഐ വാണ്ട് മൈ ബെല്ല ബാക്ക്. ഐ വാണ്ട് മൈ ബെല്ല ബാക്ക്. എനിക്ക് എൻ്റെ ബെല്ലയെ തിരികെ വേണം. ലില്ലി ഷൗട്ടഡ്. ലില്ലി ഷൗട്ടഡ്. ലില്ലി അലറി. ഷൗട്ടഡ് എന്ന് പറഞ്ഞാൽ അലറി. വീട്ടിലൊക്കെ അമ്മ പറയൂലേ എന്തിനാണ് അലറുന്നത് എന്ന് പറയൂലേ? അതിനെയാണ് ഷൗട്ടഡ് എന്ന് പറയാം. ഓക്കെ. ടേക്ക് ഇറ്റ് ഫ്രോം മീ ഇഫ് യു ക്യാൻ, സെഡ് ദ ബിയർ. ടേക്ക് ഇറ്റ് ഫ്രോം മീ ഇഫ് യു ക്യാൻ, സെഡ് ദ ബിയർ. നിനക്ക് പറ്റുമെങ്കിൽ
നീ എന്നിൽ നിന്ന് എടുക്കൂ. കരടി പറഞ്ഞു. ടേക്ക് ഇറ്റ് ഫ്രോം മീ ഇഫ് യു ക്യാൻ, സെഡ് ദ ബിയർ. ടേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കൂ. ഓക്കെ. ഇഫ് യു ക്യാൻ എന്ന് പറഞ്ഞാൽ നിനക്ക് പറ്റുമെങ്കിൽ എന്ന് പറയില്ലേ, അതിനെയാണ് ഇഫ് യു ക്യാൻ എന്ന് പറയുക. ടേക്ക് ഇറ്റ് ഫ്രോം മീ ഇഫ് യു ക്യാൻ, സെഡ് ദ ബിയർ. പറ്റുമെങ്കിൽ അത് എന്നിൽ നിന്ന് എടുക്കൂ, കരടി പറഞ്ഞു. ഐ വിൽ, ലില്ലി സെഡ് ബോൾഡിലി. ഐ വിൽ, ലില്ലി സെഡ് ബോൾഡിലി. ഞാൻ ചെയ്യും, ലില്ലി ധൈര്യത്തോടെ പറഞ്ഞു. ബോൾഡ് എന്ന് പറഞ്ഞാൽ ധൈര്യം, ബോൾഡിലി എന്ന് പറഞ്ഞാൽ ധൈര്യത്തോടെ. ഐ വിൽ, ലില്ലി സെഡ് ബോൾഡിലി. ഞാൻ ചെയ്യും, ലില്ലി ധൈര്യത്തോടെ പറഞ്ഞു. ആർ യു സോ സ്ട്രോങ്? ആർ യു സോ സ്ട്രോങ്? നീ ഇത്ര ശക്തനാണോ? ദെൻ പ്രൂവ് ഇറ്റ്. ദെൻ പ്രൂവ് ഇറ്റ്. എങ്കിൽ അത് തെളിയിക്കൂ. ആർ യു സോ സ്ട്രോങ്? ദെൻ പ്രൂവ് ഇറ്റ്. നീ ഇത്ര ശക്തനാണോ? എങ്കിൽ അത് തെളിയിക്ക്. ഷുവർ, സെഡ് ലില്ലി. ഷുവർ, സെഡ് ലില്ലി. തീർച്ചയായും, ലില്ലി പറഞ്ഞു. ഞാനത് തെളിയിക്കും എന്ന് ലില്ലി പറഞ്ഞു. ലില്ലിക്കത് പിടിച്ചെടുക്കാൻ പറ്റുമോ? ആ കരടിനേക്കാൾ ശക്തനാണോ ലില്ലി? അത് പിടിച്ചെടുക്കാൻ പറ്റുമോ? ആ ബെല്ലയെ തിരിച്ചു കിട്ടുമോ? എന്തായിരിക്കും സംഭവിക്കുക? നമുക്കടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സ്കൂൾ ഫൺ ടൈം എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.